ഹലോ ഗൈസ്, മലബാർ കീ മാർക്കറ്റ് ഷാഹിദാണ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് എക്സ്ടൂളിൻ്റെ കോമ്പസ് എന്ന് പറഞ്ഞ ടൂളിലാണ്. എക്സ്ടൂളിൻ്റെ കോമ്പസ് പറഞ്ഞ ടൂളിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത്. അപ്പോൾ ഇതാണ് ടൂള്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, നമുക്ക് ഏകദേശം കുറേ അപ്ഡേഷൻ ബാക്കിയുണ്ട്. അപ്പോൾ ഞാനത് പിന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ 12 വോൾട്ട്, 24 വോൾട്ട്, 36 വോൾട്ട് ഇങ്ങനെ 3 വോൾട്ടും ഇതിൽ നമുക്ക് എടുക്കും. അപ്പോൾ അത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫംഗ്ഷൻ കാറിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കാറ് എന്തൊക്കെ ഫങ്ഷൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഡയഗ്നോസിസിലേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് എല്ലാ വണ്ടികളും ഓരോ ഇതിൽ ഉണ്ട്. ഇത് ചൈന മോഡൽ വരുന്ന വണ്ടികളാണ്. MG അങ്ങനത്തെ വണ്ടികളൊക്കെ ഇതിലാണ് കൂടുതലായിട്ട് വരിക. ഓക്കെ, പിന്നെ അതേപോലെ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലേ, ലൈലൻഡ്, ഫോഴ്സ്, ഫിയറ്റ്, റെനോൾട്ട്, മഹീന്ദ്ര, മാരുതി, ടാറ്റ, ഇത്ര വണ്ടികൾ ഇതിലുണ്ട്. ഇതിലിപ്പോൾ മഹീന്ദ്ര നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ ഫംഗ്ഷൻ എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം ഒന്ന് ചെക്ക് ചെയ്യാം. അല്ല, ECU ഫ്ലാഷിംഗ് ഉണ്ട്, റൈറ്റ് വിന്ന്, ഡയഗ്നോസിസ്. ECU ഫ്ലാഷിങ്ങിൽ നമുക്ക് നല്ല ഇത്ര ECU നമുക്ക് ഫ്ലാഷ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. ഓക്കെ, BS6 ഉണ്ടല്ലേ, BS6. ഓക്കെ, അൽഫ ബൊലേറോ, അത്യാവശ്യം വണ്ടികളൊക്കെ നമുക്കിതിൽ എടുക്കുന്നുണ്ട്. ഓക്കെ, ഡയഗ്നോസിസിൽ പോകാണ്ടല്ലേ, ഡയഗ്നോസിസിലും ഇതേപോലെ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം എല്ലാ വണ്ടികളും ഇതിലുണ്ട്. പക്ഷേ അപ്പോൾ അതാണ് മഹീന്ദ്ര ഓപ്ഷൻ. അതേപോലെ ടാറ്റ, അതേപോലെ തന്നെ മാരുതി, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഇതേപോലെ തന്നെ വരുന്നത്. ടാറ്റയിലും ഫ്ലാഷിംഗ് ഓപ്ഷൻ ഉണ്ട്. ഫ്ലാഷിങ്ങിൽ നമ്മൾ കയറുമ്പോൾ ഇത്രയും IC നമ്പറിൽ നമുക്ക് ഫ്ലാഷ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇതിൽ ടാറ്റയിലും ഇതിൽ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഡയഗ്നോസിസിൽ കയറി കഴിഞ്ഞാൽ ഡയഗ്നോസിസിൽ അത്യാവശ്യം എല്ലാ വണ്ടികൾ, ഹാരിയർ, ടാറ്റ, വിസ്റ്റ, നാനോ, സഫാരി, പിക്കപ്പ്, BS6, BS4, BS6. ഓക്കെ, അപ്പോൾ പുതിയ ഓപ്ഷനിൽ BS6 ഉണ്ടോ എന്നുള്ള കുറേ ആൾക്കാർക്ക് ഡൗട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ BS6 കവർ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ മാരുതി മാനുവൽ സെലക്ഷൻ, ഓട്ടോ സെലക്ഷൻ. മാനുവൽ സെലക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അതാണല്ലേ, ഏകദേശം എല്ലാ വണ്ടികളും നമുക്ക് അതിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇന്ത്യ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയും പോവാം. IN സുസുക്കിയിൽ പോയാൽ മതി. ഓൾഡ് മെനുവിലാണെങ്കിൽ ഓൾഡ് ടൈപ്പ് വണ്ടികളൊക്കെ അതിലുണ്ട്. ന്യൂ മെനുവിൽ പുതിയ മോഡൽ വണ്ടികൾ ന്യൂ മെനുവിൽ പോയാൽ അതുണ്ട്. ഓക്കെ, അങ്ങനെയാണ് മാരുതിൻ്റെ ഓപ്ഷൻ വരുന്നത്. അതേപോലെ തന്നെ പിന്നെ സംശയം ഫോഴ്സാണ്. അപ്പോൾ ഫോഴ്സ് എത്രത്തോളം വണ്ടികളുണ്ടെന്നുള്ള SUV, MPV, UV, LUV, BS6ൽ ബോഷ്, ECU, ഡെൽഫി ECU, ഈ രണ്ടും ഇതിലെ ഓപ്ഷനാണ്. ഓക്കെ, അത് കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാട്ടോ മുകളോട്ട് പോകാത്ത. അതേപോലെ ലയലൻഡിൽ ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, MT ട്രാൻസാക്ഷന്, എൻജിന്, ബോഷ്, ഡെൽഫി. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഓപ്ഷനെല്ലാം അതിലുണ്ട്. റെനോൾട്ട്, അങ്ങനത്തെ എല്ലാ ഓപ്ഷനും ഉണ്ട്. അതേപോലെ നമുക്ക് ഏഷ്യയിലാണ് നമുക്ക് ടയോട്ട, ഹുണ്ടായി, ഹോണ്ട, ഇസൂസു അങ്ങനത്തെ വണ്ടികളൊക്കെ അതിലാണ് വരുന്നത്. നിസാൻ, അങ്ങനത്തെ വണ്ടികളൊക്കെ ഏഷ്യയിലാണ് വരുന്നത്. ഓക്കെ, അതിന് ഓരോന്നോരോന്നെടുത്ത് കാണിക്കുന്നില്ല, ഏകദേശം എല്ലാ വണ്ടികളും അതിലുണ്ട്. ഹുണ്ടായിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഹുണ്ടായിൽ കയറി മാനുവൽ സെലക്ഷനിൽ കയറി കഴിഞ്ഞാൽ, മാനുവൽ സെലക്ഷനിൽ അതറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വണ്ടികളും ക്രെറ്റ, i20, എലൈറ്റ്, അങ്ങനത്തെ എല്ലാ ഓപ്ഷനും അതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ യൂറോപ്പ്, അങ്ങനെ ഓരോ വണ്ടികൾ. ഇപ്പോൾ വോൾസ്വാഗൻ ആണെന്നുണ്ടെങ്കിലും അതേപോലെ ബെൻസ്, BMW, ഫിയറ്റ്, ഇതൊക്കെ നമുക്ക് യൂറോപ്പിലിട്ട്. അപ്പം ആ ഓപ്ഷനും കൂടാതെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് EV കണ്ടില്ലേ, നമുക്ക് ടെസ്ല എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്ഡേഷനുകൾ ഒരുപാടുണ്ട്. ഇതിന് 3 വർഷം അപ്ഡേഷനും 2 വർഷം വാറണ്ടിയാണ് വരുന്നത്.
അതിൽ ഇതിലെല്ലാം ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മോഡൽ 3, മോഡൽ Y, മോഡൽ 5, മോഡൽ X എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കത് ചെയ്ത് നോക്കണം. അതിൻ്റെ ഫങ്ഷൻസ് ഡയഗ്നോസിസ് ടെസ്റ്റിലെല്ലാം ഉണ്ട്. നെറ്റ്വർക്ക് സെലക്ഷനൊക്കെ അതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഓപ്ഷനിൽ ഏകദേശം ഓപ്ഷനെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ നിങ്ങൾക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സ്പെഷ്യൽ ഫങ്ഷനിൽ എന്തൊക്കെയുണ്ട്, എത്ര ഓപ്ഷൻ ഉണ്ട് എന്നറിയാം. ഏകദേശം 34+ സ്പെഷ്യൽ ഫങ്ഷൻസ് ഉണ്ട്. 34 പുറത്ത് സ്പെഷ്യൽ ഫങ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉണ്ടല്ലേ, ഇഞ്ചക്ടർ കോട്ട്, ടയർ, വിൻഡോസ്, ഓയിൽ റീസെറ്റ്. അപ്പോൾ ഇതിൽ തന്നെ 5 എണ്ണം. അപ്പോൾ എന്ത് ചെയ്യുക, 5, 10, 15, 20, 25, 30, 35, 40, 45, ഏകദേശം 10, 20, 30, 40, 53 സ്പെഷ്യൽ ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, 53+ സ്പെഷ്യൽ ഫങ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. ഇമോബിലൈസർ ഫങ്ഷൻസ്, ഫങ്ഷൻസ് വരുന്നുണ്ട്. അതേമാതിരി പവർ ബാലൻസിങ്, TPMS, ട്രാൻസ്പോർട്ട് മോഡ്, RPS, അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ഫങ്ഷൻസ് ഉള്ള ഒരു ടൂളാണ്. ഓക്കെ, ഇതിലെല്ലാം സ്പെഷ്യൽ നിങ്ങൾക്ക് പക്ക വർക്കിംഗ് ആയിരിക്കും. നിങ്ങൾ അങ്ങനത്തെ സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ജസ്റ്റ് ഇമോ ഫങ്ഷൻസ് നമുക്കൊന്ന് കയറി നോക്കാം. ഇമോ ഫങ്ഷൻസിൽ നമുക്ക് ഇതിലെല്ലാം വണ്ടികളുണ്ട്. IN സുസുക്കി. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതേപോലെ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അല്ല ഇന്ത്യൻ ഫെനറ്റ്, ഉണ്ടായി, IN കിയ, നിസാൻ, ഇന്ത്യൻ ഡാറ്റ്സോ, IN റെനോൾട്ട്, ഇസൂസു, ടയോട്ട, IN സുസുക്കി. അങ്ങനെ നമുക്ക് എല്ലാ ഫങ്ഷൻസും ഏകദേശം എല്ലാ ഫങ്ഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിൽ കിട്ടുന്നുണ്ട് അതല്ലേ. ഇമോബിലൈസർ ഫങ്ഷൻസ്, ICM ഇമോബിലൈസർ ഫങ്ഷൻസ്, ബൈ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ബൈ വെഹിക്കിൾ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇമോ ഫങ്ഷൻസും അത്യാവശ്യം ഫങ്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ എല്ലാ ഫങ്ഷൻസും പാടെ വരുമ്പോൾ നല്ല ലോങ് ആവും വീഡിയോ. അതുകൊണ്ടാണ് ഏകദേശം ഇപ്പോൾ അതേമാതിരി ഇഞ്ചക്ടർ കോഡിങ് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലേ, മഹീന്ദ്രൻ്റെ കിട്ടും, മാരുതി കിട്ടും, ടാറ്റയും കിട്ടും. ബാക്കി നമുക്ക് ഏഷ്യയിൽ പോയി കഴിഞ്ഞാൽ ടയോട്ട, ഹുണ്ടായി, ഇസുസു അങ്ങനത്തെയൊക്കെ ഏഷ്യയിലും കിട്ടും. അപ്പോൾ എനിക്ക് ഇന്ത്യയിൽ മഹീന്ദ്രയിൽ എത്രത്തോളം ഇഞ്ചക്ടർ കോഡിങ് ഉണ്ട് എന്നുള്ളത് ഉണ്ടല്ലോ. BS6 ആണെന്നുണ്ടെങ്കിൽ BS6ൽ 2 മോഡൽ വരുന്നുണ്ട്. മറ്റേ ബൊലോറോ അങ്ങനെ ഏകദേശം എല്ലാ മോഡലും BS6ലും വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെയാണ് നമുക്ക് അമേരിക്ക, യൂറോപ്പ് അങ്ങനെ ഓരോ ഫങ്ഷൻസും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതേമാതിരി ഇഞ്ചക്ടർ കോഡ്, ഓയിൽ റീസെറ്റ് ഉണ്ടല്ലേ. ഇതിൽ ഇന്ത്യയിലെ വണ്ടികൾ ഫിയറ്റ് മാത്രമാണ് വരുന്നത്. ബാക്കിയൊക്കെ ഏഷ്യയിലാണ് വരുന്നത്. ഏഷ്യയിൽ വരുമ്പോൾ നമുക്ക് ഹുണ്ടായി വരുന്നുണ്ട്, ഹോണ്ട വരുന്നുണ്ട്, ടയോട്ട വരുന്നുണ്ട്, അങ്ങനത്തെ എല്ലാം. പിന്നെ അമേരിക്കയിലാണ് ജീപ്പ്, കോമ്പസ് അതൊക്കെ നമുക്ക് അമേരിക്കയിലാണ് വരുന്നത്. യൂറോപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും അതിലും വരുന്നുണ്ട്. അതേപോലെ ഓരോ ഓപ്ഷൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പീഡ് ലിമിറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്ത്യയിൽ വരുമ്പോൾ നമുക്ക് മഹീന്ദ്ര ഉണ്ട്, ടാറ്റ ഉണ്ട്. സ്പീഡ് ലിമിറ്റ് മഹീന്ദ്ര എത്രത്തോളം വണ്ടികളുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ബൊലോറോ ഉണ്ട്, സൈലോ ഉണ്ട്, താറുണ്ട്, സൂപ്പർ മാക്സ് ഉണ്ട്, മാക്സിമോ ഉണ്ട്, ലോഡഡ്, പാസഞ്ചർ 2 ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പാസഞ്ചർ ഉണ്ട്, ലോഡ് വെഹിക്കിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ജിറ്റോ, അതേപോലെ ഓരോ വണ്ടികളും കറക്റ്റായിട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതേമാതിരി ഏഷ്യയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഷ്യയിൽ റെനോൾട്ട്, കിയ, നിസാൻ അങ്ങനത്തെ വണ്ടികൾ. അതേപോലെ തന്നെ നമുക്ക് ഓഡോമീറ്റർ നമുക്ക് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നൊരു സംഭവമാണ്. ഓഡോമീറ്റർ നമുക്ക് ഇന്ത്യയിൽ എത്രത്തോളം വണ്ടികളുണ്ട്. മഹീന്ദ്ര ഉണ്ട്, ടാറ്റ ഉണ്ട്. മഹീന്ദ്രത്തിൽ ഏതൊക്കെ വണ്ടികൾ ഉണ്ടാവും എന്നുള്ളതിലുണ്ടാവും ഉണ്ടല്ലേ. 3 വണ്ടികൾ ഓഡോമീറ്റർ ഇതിൽ കംപ്ലൈൻറ്റുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഏഷ്യയിൽ പോകുമ്പോഴാണ് സുസുക്കി ഉണ്ട്, ഹോണ്ട ഉണ്ട്, അങ്ങനെ വണ്ടികളൊക്കെ അതിലുണ്ട്. യൂറോപ്പിലാണ് വോൾസ്വാഗനൊക്കെ വരുന്നത്, സ്കോഡയൊക്കെ വരുന്നത്. അപ്പോൾ ഓഡോമീറ്ററിൻ്റെ ഫങ്ഷൻസ് അതേപോലെ ഫ്യൂൽ ഇഞ്ചക്ടർ കാലിബ്രേഷന്, അതേപോലെ ഓരോ സെൻസറിങ്ങിൻ്റെ കാര്യങ്ങളും
പ്ലഗിൻ്റെ ഓപ്ഷന്, സീറ്റ് കാലിബ്രേഷന്, ഫ്യൂൽ പമ്പ് പിന്നെ അങ്ങനത്തെ ഓരോ സസ്പെൻഷൻ കാലിബ്രേഷന്. അപ്പോൾ ഇതിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓരോ ഫങ്ഷൻസിലും ഇന്ത്യ വരുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ എത്ര ഉണ്ട്, ബാക്കി ഏഷ്യയിൽ ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് കറക്റ്റ് നമുക്ക് ഓരോന്നോരോന്നും മനസ്സിലാവും. ഓക്കെ. അതേമാതിരി ഡി പി എഫ് നമ്മളെപ്പോഴും നോക്കുന്നൊരു സംഭവമാണ്. ഡി പി എഫ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇന്ത്യൻ വണ്ടികൾ മഹീന്ദ്ര ഉണ്ട്, മാരുതി ഉണ്ട്, ബാക്കി ഏഷ്യയിലാണ് ബാക്കി വണ്ടികൾ ടയോട്ട, സുസുക്കി അങ്ങനത്തെ വണ്ടികളൊക്കെ വരുന്നത്. ഓക്കെ. ഡി പി എഫ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡി പി എഫ് ഇന്ത്യയിൽ ഏതൊക്കെ വണ്ടിയുണ്ട്? മഹീന്ദ്ര ഉണ്ട്, ഫിയറ്റ് ഉണ്ട്, മാരുതി ഉണ്ട്, ടയാറ്റ ഉണ്ട്. ഇത്രയും വണ്ടികൾ ഡി പി എഫ് കിട്ടുന്നുണ്ട്. മഹീന്ദ്രയ്ക്ക് ഡി പി എഫ് പക്ക ക്ലിയറായിട്ട് BS6, അതേപോലെ BS6ൽ 2 ECM വരുന്ന 2 ECMലുള്ള ഇതും ഇതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ. ബാക്കി നമുക്ക് ഇന്ത്യയിൽ വരുമ്പോൾ നമുക്ക് ടാറ്റ വരുന്നുണ്ട്. ടാറ്റയിൽ ഏതൊക്കെ വണ്ടികൾ വരുന്നുണ്ട് നോക്കാം. അപ്പോൾ സിസ്റ്റം സെലക്ഷൻ അതിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് വരുന്നത്. ഇനിയിപ്പോൾ ഏഷ്യയിൽ വരുമ്പോഴാണ് നമുക്ക് ടയോട്ട കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ അത്യാവശ്യം വണ്ടികൾ എല്ലാ ഫങ്ഷൻസും ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ട്രക്കിലേക്കൊന്ന് പോയി നോക്കാം ജസ്റ്റ്. അപ്പോൾ ട്രക്കിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ജസ്റ്റ് കണ്ടില്ലേ, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രക്കിലേക്ക് പോയി. ഓക്കെ. നമുക്ക് ട്രക്ക് ഓപ്ഷൻ, ഇത് 24 വോൾട്ടും 12 വോൾട്ടും കൺവേർട്ട് ചെയ്ത് പോകുന്ന ഡിവൈസാണ്. അപ്പോൾ അതിൽ സെപ്പറേറ്റ് വേറെ ഡോങ്കിളോ കാര്യങ്ങളോ നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒറിജിനൽ ഡോങ്കിൾ തന്നെയാണ് ഇത് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ട്രക്ക് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം ട്രക്കുകൾ ഏതൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. ഇത് ട്രക്ക് വരുമ്പോൾ ബസ് വരുന്നുണ്ട്, അഗ്രികൾച്ചർ വണ്ടികൾ വരുന്നുണ്ട്. ട്രക്കുകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലായില്ല, നമുക്ക് ഏതൊക്കെ വണ്ടി വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. മാന് വരുന്നുണ്ട്, അതേമാതിരി ബസ്സിൽ വരുമ്പോൾ നമുക്ക് ഏതൊക്കെ വരുന്നുണ്ടെന്നുള്ള പ്ലഗ് അപ്ഡേറ്റുകൾ ബാക്കിയുണ്ട് കേട്ടോ. കുറച്ച് അപ്ഡേറ്റുകൾ ട്രക്കിൽ ബാക്കിയുണ്ട്, അതാണത് വരാത്തത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഓരോ വണ്ടികളും നമുക്ക് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനത്തെ ഓപ്ഷൻസ്, അതേമാതിരി ഇലക്ട്രിക് കൺട്രോള്, അതേപോലെ ഡീസൽ മോഡലിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വണ്ടികളുടെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ട്രക്കുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കിതൊന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിതിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രത്തോളം വൈഡായിട്ട് വരുന്ന ഒരു ഡിവൈസാണിത്. ഇത് നമുക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ ഇതാണ് എക്സ്ട്രൂണിൻ്റെ കോമ്പസ്. അപ്പോൾ വിശദമായിട്ട് കുറച്ച് റിപ്പോർട്ടൊക്കെ നല്ല അടിപൊളി റിപ്പോർട്ടാണ്. മോർ ഫങ്ഷൻസ് വരുമ്പോൾ നമുക്ക് എൻഡോസ്കോപ്പ് കണക്ട് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടും. അസിസ്റ്റൻറ്റ് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നുണ്ട്, കംപ്ലയിൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട്. ഓക്കെ. അതേപോലെ ഇതിൽ വേറെ ഓപ്ഷൻ കണ്ടില്ല, എക്സ്റ്റോളിൻ്റെ ബൂസ്റ്റ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിൽ വേറെ കാണിക്കുന്നുണ്ട്. നമുക്ക് പേഡ് കൊടുത്തിട്ട് നമുക്ക് ഡയഗ്രാം നമുക്ക് ഇതിൽ വാങ്ങാനുള്ളൊരു ഓപ്ഷൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അല്ലേ, അതിൽ പേയ്മെൻറ്റ് ഓപ്ഷനൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് കഴിച്ചിട്ട് പേയ്മെൻറ്റ് ഓപ്ഷന് എത്രയാണെന്നൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഫങ്ഷൻസ് അറിയുന്നുണ്ട് ഉണ്ടല്ലേ. അതായത് $10 €10 ആണ് കാണിക്കുന്നത്. അത് നമുക്ക് ഡോളറാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കതിൽ എന്ത് ചെയ്യാം, മാറ്റിയിട്ട് നമുക്ക് ഡോളറിലേക്ക് മാറ്റാം. ഓക്കെ. അപ്പോൾ ഇത്രയും ഫങ്ഷൻസാണ് ഇപ്പോൾ ഇതിനോട് ജസ്റ്റ് ഒന്ന് പറയാനുള്ളത്. ഒരു ഫങ്ഷൻ ഇതിൻ്റെ സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ വേറെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിലും ഇത് വാങ്ങണമെന്നുണ്ടെങ്കിലും തമിഴ്നാട്, കേരള, അതായത് സൗത്ത് ഇന്ത്യ ഡീലറാണ് മലബാർ കീ മാർക്കറ്റിംഗ്. അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.